So hey guys, welcome back to my channel. Yes guys, എല്ലാം ഹാപ്പി ന്യൂ ഇയർ ആണ് ഗൈസ്. ഇന്ന് നമ്മൾ ഫുൾ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടാണ് ഗൈസ്. അത്യാവശ്യം നൈസ് കണ്ടിന്യൂസ് ആയി കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കിങ്ങിന് പോയിട്ട് 24 hours കേസ് ചിക്കിങ്ങിന് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഓൾസോ അതിൽ വെറുതെ പോയി കഴിക്കല്ല, 1000 ബഡ്ജറ്റുണ്ട് കേസ്. ഈ 1000 താഴെ മാത്രമേ ഫുഡ് കഴിക്കാൻ പാടത്തുള്ളൂ. ലൈക്ക് അത് തന്നെ മുകളിൽ പോകാൻ പാടില്ലെങ്കിൽ നമ്മൾ ചാനൽ തോക്കും കേസ്. പിന്നെ 500 ആക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും ഈ ടാക്സ് മണ്ണാണ്ട് എന്തായാലും പൈസ കൂടും. എന്തായാലും പൈസ പൊട്ടും കേസ് ഒന്ന് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേസ്. എനിക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്, പക്ഷേ പൈസ ഇല്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് കേസ് നമുക്ക് നേരെ ചിക്കിലോട്ട് പോവാം. സോ എൻ്റെ പേര് അവര് VS ആൻഡ് കേസ് ചാനൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം കൂടെ നിൽക്കുക കേസ്. നൈസ് കണ്ടൻസ് കൊടുക്കുന്നതായിരിക്കും. ന്യൂ സ്റ്റാർട്ടാണ്. ഇനി നമുക്ക് നേരെ ചിക്കിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ ചിക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ വെള്ളായമ്പലത്തിൽ ചിക്കിങ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയായിട്ടായിട്ടുണ്ട്. ഞാൻ എത്തിയപ്പോൾ ലേറ്റ് കേസ്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറാം. നമുക്കപ്പോൾ ഒരു തന്തൂരി ബർഗർ ഓർഡർ ചെയ്യാം അല്ലേ? നമുക്കെന്താ തന്തൂരി ബർഗർ ഓർഡർ ചെയ്യാം. ഇവിടെ പിന്നെ ഞാൻ വീഡിയോ ക്യാമറ അത് ഷൂട്ട് ചെയ്തില്ല കേസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫിന് ബ്രോ പറഞ്ഞിലേക്ക് വീഡിയോ വരാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ആടുന്നില്ല. പക്ഷേ നമുക്ക് നേരിഞ്ഞ് ബർഗർ ഓർഡർ ചെയ്തിട്ട് നമുക്കിനി പോയി വെയിറ്റ് ചെയ്യാം. ഞാൻ തന്തൂരി ബർഗറാണെന്ന് രാവിലെ ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല കേസ്. നമുക്ക് എന്തായാലും നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കേസ് തന്തൂരി ബർഗർ എത്തിയിട്ടുണ്ട്. കേസ് എന്തായാലും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഈ വോയിസ് ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കേസ്. കാരണം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കാരണം ഫുള്ള് പ്രശ്നമായിട്ടുണ്ട്. പിന്നെ ക്യാമറ ആംഗിളൊന്നും ശരിയായില്ല. അതുകൊണ്ടാണ് ഇനി കേസ് നമുക്ക് എന്തായാലും ബർഗർ എന്തായാലും ഓപ്പൺ ചെയ്യാം. ആൻഡ് ഗൈസ് ഭയങ്കര വിശപ്പായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാം. ഓക്കെ, രാവിലെ ഒന്നും കഴിച്ചില്ല. നേരെ ഈ ചിക്കിങ്ങിലോട്ട് വന്ന് ബർഗർ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ബർഗർ കഴിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഗൈസ് നിങ്ങൾക്ക് വേണ്ടല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ തന്തൂരി ബർഗറിൻ്റെ ഫസ്റ്റ് ബൈറ്റ് ഫസ്റ്റ് ബൈറ്റ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഗൈസ് നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ട് സംഭവത്തിൽ. ആവശ്യത്തിന് ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് തന്തൂരി ബർഗർ ഓർഡർ ചെയ്യണം. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബർഗറാണ് ഈ ചിക്കിങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ ഗൈസ് അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും ഉള്ള നോർമൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ പണ്ട് ഇവരെ പാറ്റി വേറെ ആണെന്ന് സംശയമുണ്ട്. വേറെ എന്തോ ആയിരുന്നു കേസ്. ഈ ഒരു പാറ്റിയാണ് വരുന്നത്. അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റി ഉള്ള പാറ്റി തന്നെയാണ്. ഇനി കേസ് നമുക്ക് ബർഗർ ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഇനി അല്ലെങ്കിൽ വീഡിയോ ഫുൾ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ബർഗർ ഫിനിഷ് ചെയ്തിട്ട് കാണാം കേസ്. എന്നിട്ട് ഫുൾ റിവ്യൂ പറയുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ റേറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ക്വാണ്ടിറ്റിയും ഫുഡിനും നമുക്കൊരു 5 4 കൊടുക്കാം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി ഉണ്ട് കേസ്. എപ്പോഴും തരുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. പിന്നെ അടുത്ത കേസ് നമ്മൾ കസ്റ്റമർ റേറ്റിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അതിനകത്ത് ഗൈസ് 10 തന്നെ കൊടുക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ലൈക്ക് മ്യൂസിക് കിട്ടപ്പം ലൈക്ക് ഒന്ന് കുറയ്ക്കാൻ പറയാൻ ചിലപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നൈസാണ് ഇൻട്രാക്ഷനൊക്കെ ആയിരുന്നു. എല്ലാവരും എല്ലാ സ്റ്റാഫും നൈസായിരുന്നു. സോ അതിൻ്റെ പ്ലസ് പോയിൻ്റ് ആണ്. സോ എന്തായാലും ഗൈസ് ഇവിടുത്തെ റേറ്റിംഗ് 15/14 സോ വെള്ളയമ്പലത്തുള്ള ചിക്കിങ് ആണത്. നമ്മളിനി ഈ ലുലു മോളിൽ പോകുന്നത്. സോ ഗൈസ് നമുക്ക് ഇനി ചിക്കിങ് കാണാം. ജസ്റ്റ് ഒന്ന് അത് കയറിയുള്ളൂ. ഇത്ര തിരക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര തിരക്കാട്ടോ. പുറത്ത് വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും തിരക്കൊന്നും ഇന്ന് ലീവായതുകൊണ്ട് തന്നെ ഫുള്ള് ഫേസ് ഒന്നും കാണിക്കില്ല. പക്ഷേ എനിക്കവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയാം. പോയി നോക്കട്ടെ ആദ്യം. എന്തായാലും ഇവിടെ KFC എത്തിയിട്ടുണ്ട്. നമ്മളവിടെ കയറില്ല, ചെക്കിങ്ങിലാണ് കയറണം. പക്ഷേ എന്നാലും കേസ് ഭയങ്കര തിരക്ക്. ഇവിടെ ഇങ്ങനെ നടക്കാൻ സ്ഥലമില്ല. നോക്കുന്നത് ഫുൾ ആൾക്കാർ മനസ്സിലായി. സെക്കൻഡ് സ്പോട്ട് എത്തിയിട്ടുണ്ട്. ചെക്കിങ് ലുലു മോൾ. അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാം. എന്തായാലും ചോദിച്ചിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. ഫേസ് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? എന്തായാലും സ്പോട്ടത്തിലുണ്ട്. ഇങ്ങനെ ഫുഡ് ഓർഡർ കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ടേബിളൊന്നും ഇരിക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരെ കഴിച്ചിട്ട് ക്ലീനിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റില്ല. അത്ര തിരക്കാണ്. ഞങ്ങൾ ഇരിക്കുക മനസ്സിലായാലും. പിന്നെ ചിക്കിങ്ങിലൊക്കെ ആണെങ്കിൽ നൈസ് വലിയ ടൈം എടുത്തില്ല. ക്ലീനിങ് ഉണ്ട്, സെറ്റാണ്. ഓക്കെ, ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മാറി ആരെയും വന്ന് ഇരിക്കാണ്ടിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് മാറി കഴിച്ചാൽ സീറ്റ് പോകണയാണ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊന്നും ഇല്ല. ഇന്ന് ആലോചിച്ചു. ഞാൻ പോയിട്ട് റൈസ് ബോൾ ഓർഡർ ചെയ്തു. അതില്ല എന്ന് പറഞ്ഞു. പിന്നെ അല്ലാണ്ട് പറഞ്ഞത് കുറേ സാധനങ്ങൾ ഇല്ലാന്ന് പറയാം. ഇച്ചിരി വെറൈറ്റി ട്രൈ അടിക്കാൻ വിചാരിച്ചാൽ അതും പറ്റില്ല. ഞാൻ വന്ന ദിവസം ഇങ്ങനെ തന്നെ ആയിപ്പോയി. എനിക്കറിഞ്ഞൂടാ. ഇനി രാത്രി എന്താണെന്ന് അറിയത്തില്ല. അവിടെ നോക്കാം. ഇനി എന്തായാലും ഫുഡിന് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ലീവിന് വന്നുകൊണ്ട് എത്ര തിരക്ക്. സോ നോക്കട്ടെ. ഞാൻ ടാക്കൊക്കെയാണ് ഓർഡർ ചെയ്തത്. ക്വാണ്ടിറ്റി വൈസ് എനിക്ക് തോന്നുന്നു എത്ര ഉണ്ടാവുന്നു. ബർഗർ രാവിലെ ഓർഡർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാത്തത്. രാത്രി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബർഗർ തന്നെ ഓർഡർ ചെയ്യുന്നതായിരിക്കും. ഫുഡ് വന്നിട്ടുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതെനിക്ക് കഴിച്ച് ടാക്കോ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. എനിക്ക് പുതൂറുടെ സംഭവം ലാഭമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കഴിച്ചു നോക്കാം. എനിക്ക് തോന്നില്ല അത്ര ലാഭമുണ്ടെന്ന്. ചിക്കനിൻ്റെയൊക്കെ പീസ് കേസ്
ഓക്കെ ആണ് മനസ്സിലായി. ഈ ടാക്കോ കുറച്ച് ചെറുതായി പോയിട്ടേ ബർഗറെല്ലാം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. എനിവേസ് പ്രശ്നമല്ല, നമുക്ക് എല്ലാം ടെസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഓപ്പൺ ചെയ്യാം. ഇവിടെ എൻ്റെ ഫോൺ വയ്ക്കാൻ വേണ്ടി അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊന്നും എടുത്തില്ല, അതും ഒരു പ്രശ്നമാണ്. പിന്നെ ബാക്കിയൊക്കെ സ്റ്റാഫൊക്കെ അത്യാവശ്യം നൈസായിരുന്നു ഗൈസ്. കൊള്ളാം. ഇതാണ് അപ്പോൾ ടാക്കോ വരുന്നത്. അകത്തുള്ള ഫില്ലിങ്സ് എല്ലാം നൈസാണ്, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എന്തായാലും കഴിക്കട്ടെ ഗൈസ്. ഇനി ഇതെല്ലാം കൂടെ കഴിക്കണം. എടുക്കാൻ പോവാണ്. ഇന്ന് രാവിലെ ബർഗർ കഴിച്ചിട്ടുണ്ട്, അത് ടേസ്റ്റാണ്. ഇതൊരു തന്തൂരി സോസിൻ്റെ അകത്ത് ചിക്കനും ഉണ്ട്. ഇതേപോലെ ഒരു റോളിൽ റാപ്പ് ചെയ്ത് തന്നതാണ് തോന്നുന്നത്. ഇതിനകത്തേക്ക് പറയാനല്ല, കുഴപ്പമില്ല. ടാക്കോ ടാക്കോ വെച്ചാൽ വേറെ ഉണ്ടെങ്കിൽ കുറച്ച് വേറെ ടേസ്റ്റാണ്. അതായത് പക്ഷേ ആ ഒരു ടേസ്റ്റ് പക്ഷേ കൊള്ളാം. കൊള്ളെന്ന് പറയില്ല, സോസൊക്കെ കൊണ്ടല്ല. ടേസ്റ്റ് ഉണ്ട്. അപ്പം അടുത്ത ഓർഡർ ചെയ്തത് പെരി മിക്സാണ്. നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഫ്രഷ് പീസ്. പെരി ഫില്ലിങ്സ് അത്യാവശ്യമുണ്ട് കേസ്. ഞാൻ ഈ KFC പെരി കഴിച്ചിട്ടുണ്ട്. പെരി അല്ല, വേറെ എന്തോ ആണ്. അമ്മാര് വേറെ വയ്ക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട വേറെ സാധനം, വേറെ രീതിയിലുള്ള ചിക്കൻ എടുത്ത് തരണം. ഇപ്പോൾ ചിക്കനിൽ ക്വാളിറ്റി മോർ ബെറ്ററാണ് KFC പറഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവരുടെ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്നാലും കഴിച്ചിട്ടാണ് നമുക്ക് റേറ്റിംഗ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിട്ട് റേറ്റിങ്ങിലോട്ട് പോകാം. ഗൈസ് ഫസ്റ്റ് തന്നെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലേ, ടാക്കൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ പെരി വിങ്സ് ആയാലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഗൈസ് ക്വാണ്ടിറ്റി വൈസ് പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ ഈ ഇത് അതായത് ടാക്കും മറ്റേ തന്തൂരി ബർഗറും കഴിച്ചാൽ എല്ലാം ഒരേ ടേസ്റ്റ് ആയത്, രണ്ടും ഒരേ സോസാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഗൈസ് ടേസ്റ്റ് എനിക്ക് സിമിലർ ആയിട്ടാണ് തോന്നിയത്. ജസ്റ്റ് ആ ടാക്കോൻ്റെ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഗൈസ് ഞാൻ 3 ആണ് കൊടുക്കുന്നത് 5-ൽ. പിന്നെ കസ്റ്റം സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ ഒരു 8 കൊടുക്കാം. ഗൈസ് ഫസ്റ്റ് എന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതൊരു പോയിന്റ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗൈസ്, ആവശ്യത്തിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉള്ളൂ. താങ്ക് യു വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓക്കെയാണ് ഗൈസ്, പ്രശ്നമല്ല. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയ പോലത്തെ സംഭവം ഇവിടെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് 8 കൊടുക്കുന്നത്. സോ ടോട്ടലായിട്ട് 13 പോയിന്റ്സ്, 13 അല്ല 12 പോയിന്റ്സ് ആണ് നമുക്ക് ലുലു മോളുള്ള ചിക്കനിലുള്ളത്. നമ്മൾ ഇനി പട്ടത്തുള്ള ചിക്കനാണ് പോകാൻ പോകുന്നത്. അതായത് രാത്രി അവിടെ എനിക്ക് ഫുഡ് കഴിക്കുന്നത്. ഒന്നിവിടെ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇനി അവിടുത്തെ ഇൻട്രാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ എല്ലാവരും ഓക്വേർഡ് ഫീലുള്ള കേട്ടോ, ഭയങ്കര ഓക്വേർഡ് ഫീൽ ഉണ്ട്. പെട്ടെന്ന് മാറുന്നൊക്കെ ഉണ്ട്, അതാണ് ഇത് വേറൊരു പ്രശ്നം. ഇനി സീരത്തുമില്ല, നമുക്ക് നേരെ ലാഗ് അടിപ്പിക്കാണ് ഗൈസ്. രാത്രി കാണാം. ഓക്കെ, സോ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് അടിച്ച് വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എൻ്റെ കയ്യിൽ എക്സ്പെൻസ് പോകണം, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. സോ ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്പോട്ട് എത്തിയിട്ടുണ്ട്, അതായത് പട്ടത്തുള്ള ചിക്കൻ. ഗൈസ് നമ്മൾ ഇപ്പോഴത്തേയും കൂടെ ഒന്ന് റേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫുഡിൻ്റെ ക്വാളിറ്റി എല്ലാവരും സെയിം തന്നെ ആയിരിക്കും. സ്റ്റിൽ ഗൈസ് ഞാൻ ആ സ്ഥലത്ത് വെച്ച് കഴിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ പറയണത്. എനിവേ നമുക്ക് ഇതിന് നേരെ വരുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ കാരണം ചിക്കനിങ്ങനെ ഇപ്പോൾ കുറേ പ്രശ്നമൊക്കെ ഇല്ലേ, ഇവിടത്തെ ഔട്ട്ലെറ്റ് ഇതുവരെ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 3ാമത്തെ ഔട്ട്ലെറ്റിൽ നിൽക്കണത്. ഇത് 3 നമ്മൾ വേണ്ടത്, അതിൽ 2 ബെസ്റ്റായിരുന്നു. ഇനി ഇതുപോലെ ട്രൈ ചെയ്താൽ മാത്രം മതി. ആ ഗൈസ് നമുക്ക് നേരെ ഇനി അകത്തോട്ട് കയറാം. അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ പിന്നെ മ്യൂസിക് ഇട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡ് റെക്കോർഡ് ചെയ്യാണ്. പിന്നെ നമുക്ക് നേരെ ഇവിടെ നിന്ന് മെനു ഇട്ടിട്ടുണ്ടെങ്കിൽ മെനു നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇന്നതായാലും വെറൈറ്റി പിടിക്കാമല്ലോ. എന്തായാലും രാവിലെ ഉച്ചയ്ക്കും വേറെ ലൈക്ക് ഈ ഗ്രിൽ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മെക്സിക്കൻ റോൾ ഗ്രില്ല് എന്തായാലും ഒന്ന് പറയാം. എന്നിട്ട് ഫ്രൈസ് എടുക്കണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഫ്രൈസ് എടുക്കണ്ടേ, ഇതിന് വരാൻ വേറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് അവിടെ നിന്ന് അത് കണ്ടപ്പോഴേ ടെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ബ്ലേസിംഗ് ബൈറ്റ്സ് എന്നൊരു പേര് ഇത് തന്നെ. അപ്പം ഇതിൽ നമുക്ക് മെക്സിക്കൻ സോസാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിഷ് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ മെയിൻ മറ്റേ ബ്ലേസിംഗ് ബൈറ്റ്സ് എന്നാണ്. സോ അതിനടുത്ത് മെക്സിക്കൻ ഫ്ലേവറാണ് ഞാൻ എടുത്തേക്കുന്നത്. സോ അത്യാവശ്യം ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിന് കഴിച്ചു. ഈ പീസ് ഇതാണ് പീസ് വരുന്നത്. അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള പീസ് തന്നെയാണ്. കൊള്ളാം. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യണ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിൽ കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഓൾസോ ചിക്കൻ നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ട്. ഇത് ഫുള്ളി മറ്റേ മെക്സിക്കൻ സോസ് ഫിൽഡ് ആയിരുന്നു. ഇത് കറക്റ്റ് എന്താ പറയണ്ട, ഒരു നല്ല മൈൽഡ് ടേസ്റ്റാണ്, ഭയങ്കര ഇതുമില്ല, ഓക്കെ ടേസ്റ്റാണ്. ഓൾസോ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്ക് പോപ്പില്ലേ, ഈ ചിക്ക് പോപ്പ് തന്നെയാണ് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ സൈസ് ഉണ്ട്. അതിൻ്റെ അത് ജസ്റ്റ് ഒരു മെക്സിക്കൻ സോസ് കിട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതിനെക്കാട്ടി ലൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ചിക്ക് പോപ്പ് വെറും ബേസിക് ഉള്ള ചിക്കൻ ടേസ്റ്റാണ്. ഇതങ്ങനെയല്ല, സോസ് ഉള്ളതുകൊണ്ട് നല്ല വേറൊരു ടേസ്റ്റ് തന്നെയാണ്.
പിന്നെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബക്കൻ ഇവിടെ സൈഡായിട്ട് ഓർഡർ ചെയ്യാം ഗൈസ്. ഇതാ നമ്മുടെ അടുത്ത ഡിഷ് ഇതാ വന്നിട്ടുണ്ട്, മെക്സിക്കൻ റാപ്പ്. ഇത് മെക്സിക്കൻ ഐറ്റമായിട്ട് ഫസ്റ്റാണ് ഗ്രിൽ ഐറ്റത്തിൽ, ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഗ്രിൽ ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ ഗൈസ് ഒരു പ്രശ്നം വെച്ചാൽ രണ്ടും കൂടെ മെക്സിക്കൻ കോംബോ ആയിപ്പോയി. അത് മെക്സിക്കനാണ്, ഇത് മെക്സിക്കനാണ്. ഇതിന് സീനില്ല, നമുക്ക് എന്തായാലും കഴിച്ച് നോക്കാം. റാപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ചിക്കൻ എന്തായാലും യെസ് ഇറ്റ്സ് ഗുഡ്, നൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നേരെ ഇനി റാപ്പ് എടുക്കാം. റാപ്പ് എടുത്തിട്ട് അതും കൂടെ ടെസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ഫുഡ് ഇതാ കഴിക്കാൻ പോവുകയാണ്, മെക്സിക്കൻ റാപ്പ്. തന്നെ ക്രിസ്പിയാണ് ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം ടേസ്റ്റ് ആയിട്ട് ഇത് കാണാൻ വേണ്ടി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. അകത്ത് അത്യാവശ്യം ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്സിക്കൻ ചിക്കനും പിന്നെ കുറച്ച് വെജീസൊക്കെ തോന്നും. ഓ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്നുണ്ട്. ഓ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഓക്കെയാണ്, കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. ലൈക്ക് ഇതിനകത്ത് കുറച്ച് ഓവർ വെജീസ് ഉണ്ടെന്ന് എനിക്ക് കുറച്ച് ഇതുണ്ട്. എനിക്ക് എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ലാത്ത ടേസ്റ്റാണ്. ഇനി നമുക്ക് കഴിച്ചിട്ട് മൊത്തം കാണാം. ഇവിടെ ഭയങ്കര പാട്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈക്ക് കറക്റ്റായിട്ട് ഓടിടാൻ പറ്റാത്തത്. ബാങ്കിനോട് ഓടിയിട്ട് കഴിഞ്ഞാൽ മേ ബി എനിക്ക് കോപ്പറേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇടാത്തത്. ഇനി വേസ് നല്ല രീതിക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇത് കഴിച്ചിട്ട് കാണാം. സോ കംപ്ലീറ്റ് ആണ്. യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് യാ ലാസ്റ്റ് പേയ്മെൻ്റ് ആയിരുന്നത്. നമുക്ക് ഈ പേയ്മെൻറ്റ് പോയി കാണിക്കണം തോന്നിയാലുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് നമുക്ക് നേരി വീട്ടിലോട് പോയിട്ട് ഇതിൻ്റെ റിവ്യൂ എല്ലാം പറയാം ഗൈസ്. അതായത് ടോട്ടൽ 3 റെസ്റ്റോറൻറ്റ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പറഞ്ഞേക്കാം. ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട് ആൻഡ് ഗൈസ് ചാലഞ്ച് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നേരെ റേറ്റിങ്ങിലോട്ട് വരാം. അതിനുവേണ്ടി ഒരു കാര്യം പറയാം, അറൗണ്ട് ഒരു 1000 രൂപ ഈ ചാനൽ സ്പെൻഡ് ആയത്. ഒരു ബഡ്ജറ്റ് നമ്മൾ 1000 ആയിരുന്നു ബഡ്ജറ്റ്, അതിൽ 950 അടുപ്പിച്ച് സ്പെൻഡ് ആയിട്ടുണ്ട്. ഒരു 100 എക്സ്ട്രാ ആയത് ഒരു എൻ്റെ വീട്ടിൽ പാർസലാണായിരുന്നു, അങ്ങനെ മേടിച്ചത്. സോ അങ്ങനെ നമ്മൾ കറക്റ്റ് 1000 അടി തന്നെ സ്പെൻഡ് ആക്കിയിട്ടുണ്ട്. സോ 1000 രൂപ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരാൾക്കല്ല ഒരു 800 ആണെങ്കിൽ ഈ ഒരു ദിവസം കേസ് മൊത്തത്തിൽ ചിക്കൻ കഴിക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് നേരെ റേറ്റിങ്ങിലോട്ട് വരാം. സോ ഗൈസ് ഫസ്റ്റ് നമുക്ക് നേരെ നമ്മളെ ശാസ്ത്രമംഗലം പോയി കഴിച്ചത്. അവിടുത്തെ കസ്റ്റമേഴ്സ് അധികം അടിപൊളിയായിരുന്നു. എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 2 പേര്. സോ അവിടുത്തെ ബ്രോക്ക് അത്യാവശ്യം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കേസ് ഞാൻ 10 കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഒരു ബർഗർ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ എല്ലായിടത്തും പോയിട്ട് പല സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് എല്ലാ ഔട്ട്ലെറ്റിലും ഒരേ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഗൈസ് ഞാൻ അപ്പം കഴിച്ച് വച്ചിട്ടാണ് ഞാനിത് പറയണത്. പിന്നെ ആ സമയത്ത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പിന്നെ ഫുഡിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് 5-ൽ 4 കൊടുക്കുന്നുണ്ട്. അങ്ങനെ 14 ആണ് നമ്മുടെ ശാസ്ത്രമംഗലം റേറ്റിംഗ് വരുന്നത് ഗൈസ്. ഓക്കെ, സോ നേരെ ഇനി സെക്കൻഡ് നമ്മുടെ ലുലു മോളുള്ളത്. ലുലു മോളിൽ ഗൈസ് അവിടെ എല്ലാവരും ഒരു ബ്രോ വീഡിയോ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഫേസ് എടുക്കുന്നത്, ലൈക്ക് വീഡിയോ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സംസാരിച്ച് നൈസായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ലുലു മോൾ ആയതുകൊണ്ട് തന്നെ ലൈക്ക് അതിൻ്റെതായതുണ്ട് ഗൈസ്, ലൈക്ക് ബാക്കി സ്റ്റോറല്ലേ, അപ്പം ആ ഒരു ഇതുണ്ട്. സോ എനിവേ ഇൻട്രാക്ഷൻ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. അത് ഞാനൊരു 8 ആണ് കസ്റ്റമറിന് സർവീസിന് കൊടുക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ടാക്കോയും എനിക്ക് വിങ്സുമാണ് കിട്ടിയിട്ടുള്ളത്. ടാക്കോ വിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്, അത്യാവശ്യം ടേസ്റ്റുള്ള സംഭവം തന്നെ ആയിരുന്നു രണ്ടും. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് എനിക്ക് കുറവായിട്ടാണ് ടാക്കോ തോന്നിയത്. ടാക്കോ ചെറുതായിരുന്നു, പിന്നെ മറ്റേ 4 പീസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ടേസ്റ്റും കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനൊരു 4 കൊടുക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അറൗണ്ട് 12 ആണ് ഇതിൻ്റെ പോയിന്റ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ പട്ടത്തുള്ളത്. യെസ് ഗൈസ്, പട്ടത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ 2 മെക്സിക്കൻ സംഭവം ഓർഡർ ചെയ്തത്. ഇത് രണ്ടും കൂടെ ഞാൻ അടിച്ച് കയറ്റിയിട്ട് എനിക്ക് ഭയങ്കരമായ ഫ്ലേവർ എടുത്തിട്ട് എനിക്കൊരു ലാസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് അത് എനിക്ക് ആ റോൾ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്ലേസിങ് ചിക്കൻ ഇല്ല, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് ഓക്കെയാണ്, പക്ഷേ ആ റോൾ അത്ര ഓക്കെ അല്ലേ. എൻ്റെ ഫീലിങ്സ് എല്ലാം ഒരു 10 കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചോയ്സാണ്, എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. പിന്നെ അവിടുത്തെ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ നല്ലതായിരുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ വീഡിയോ ക്രൈസ് ലൈക്ക് ചിക്കനൊക്കെ എടുത്തിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ലൈക്ക് വലിയ ബ്ലോഗറിനൊക്കെ പോകാൻ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചു എക്സ്ട്രാ വല്ല ഫുഡും വേണമെന്ന്. അതിലെന്തായാലും ബഡ്ജറ്റ് 1000 രൂപ എന്ത് മേടിക്കാനാണ്. അപ്പോൾ എനിവേ അതൊക്കെ നൈസായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ഞാൻ 9 കൊടുക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ 10 അല്ലേ. അപ്പോൾ ഇപ്പം ഫുഡിന് ഞാൻ ഒരു 3.5 അങ്ങനെ കൊടുക്കും, 3.5 കൊടുക്കുന്നേ ഉള്ളൂ. സോ അപ്പോൾ 9+ അപ്പോൾ ഒരു എത്ര സ്കോർ വരുന്നത് 12.5 ആണ് ഇവർക്ക് വരുന്നത്. ആൻഡ് നമ്മുടെ പിന്നെ ശാസ്ത്രമംഗലം തന്നെയാണ് കേസ് 14 ആണ് കൊടുത്തിട്ടുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് എന്താവുള്ള ആൾക്കാർ ഇത് ചോദിച്ചുകൂടെ? എല്ലായിടത്തും ഞാൻ പറഞ്ഞു എനിക്ക് ചാനലുണ്ടെന്ന്. ഒരാൾ മാത്രം 2 രൂപ സബ്സ്ക്രൈബ് ചെയ്തു കേസ്, അത് ശാസ്ത്രമംഗലം എന്നാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ 14 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി 12.5 നേരെ നമ്മുടെ എന്താ പറയണ്ട പട്ടം ആൻഡ് 12 ലുലു മോൾ ഗൈസ്. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ് ഇനി ലാഗ് അടുപ്പിക്കുന്ന വീഡിയോ ഇന്ത്യ പോവുകയാണ്. ഇപ്പോൾ തന്നെ കുറേ നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുള്ള മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ക്ഷമിച്ച കേസ് നെക്സ്റ്റ് വീഡിയോ ശരിയാക്കുന്നതായിരിക്കും. ആൻഡ് ഇതേപോലത്തെ മോർ കണ്ടന്റ്സ് വരുന്നതായിരിക്കും. സ്മാക്സ് സപ്പോർട്ട് കേസ് സ്വന്തം എക്സ്പെൻസസ് എല്ലാം പോകുന്നത് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, പക്ഷേ പൈസ കിട്ടുന്നില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ കിട്ടുന്ന പൈസ സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ
എക്സ്പെൻസ് അല്ല ഗൈസ് കാര്യം. എനിക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെയിനാണ്. കാര്യം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ന്യൂ ഒരു സീരീസിലോട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഗൈസ്. ഇതിനെ കണ്ടതിന് താങ്ക്സ്. ആൻഡ് എഗെയിൻ വാച്ച് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാം.